ഞാനും നിങ്ങളും ഇങ്ങനെ ഓടുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് പോതാ സമയമില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കൊരു സൂറത്ത് പറഞ്ഞു തരാ. കഴിയുമോ പോതാൻ? മറക്കാതെ പോതാ കഴിയുമോ? ഓതാമെന്ന് തീരുമാനമെടുത്തവര് അല്ലാഹു നിനക്ക് തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കടോ പൊന്നുപോര്. അല്ലാഹുവേ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അർദിൽ ഉംറ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അർദിൽ ഉംറ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതുന്ന മനുഷ്യനെ അല്ലാഹു ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവനെ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് കൂടെ കിടന്നവൾ ആഗ്രഹിക്കുന്നു, എന്റെ ഭർത്താവൊന്നും മരിക്കുന്നില്ലല്ലോ പടച്ചവര്. നോക്കി നോക്കി മടുത്തല്ലോ അല്ലാ. സ്വന്തം മക്കള് പള്ളിയിലെ ഖതീബിന്റെ അടുക്കൽ പോയിട്ട് പറയുന്നു, ഉസ്താദ് എന്റെ വാപ്പ മരിക്കാനൊന്ന് ദുആ ചെയ്യൂ, എന്റെ ഉമ്മ മരിക്കാനൊന്ന് ദുആ ചെയ്യുമോ? എന്റെ പ്രിയപ്പെട്ട വാപ്പ വല്ലാത്തൊരവസ്ഥയാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, കൂടപ്പിറപ്പിന് വേണ്ട, ഈ മനുഷ്യനൊന്ന് മരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും നിനക്കൊരു സൂറത്തെങ്കിലും ഒന്ന് ഓതാ കഴിയുമോ? ഒരായത്തെങ്കിലും നിനക്ക് ഓതാ കഴിയുമോ? അല്ലാഹു നിനക്കങ്ങനെ ഒരവസ്ഥ തരൂല വാപ്പാ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, എല്ലാരും നീ മരിക്കുമെന്ന് പറഞ്ഞിട്ട് ഓടി വരികയാ. പടച്ചവനെ, സക്കറാത്തിന്റെ അവസ്ഥയാണ്. നാട്ടുകാര് മുഴുവനും പെട്ടെന്ന് കുടുംബക്കാര് മുഴുവനും ഓടി വരും. മരിച്ചില്ലെങ്കിൽ അല്ലാ തീർന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന രംഗം, അത് വല്ലാത്ത ഒരു രംഗമാ പൊന്നുങ്ങള്, അത് വല്ലാത്ത ഒരു രംഗമാണ് പോ. അതുകൊണ്ട് എല്ലാ ദിവസവും അല്ലാഹുവിന്റെ ഖുർആനിലെ ഈ സൂറത്ത് ഓതിയാ റബ്ബ് തരുന്ന പ്രതിഫലം നിനക്ക് ഈ ദുനിയാവിൽ കിടന്ന് ಪ್ರತಿದಿನವೂ ಬೇಕು ಒಂದು ಸ್ಟ್ರಾಂಗ್ ಸ್ಟಾರ್ಟ್. ಹೇಗೆ? ಹೀಗೆ ನೆಸ್ಕೆಫೆ ಸನ್ರೈಸ್ ನೊಂದಿಗೆ ಪ್ರತಿದಿನ ಸ್ಟ್ರಾಂಗ್ ಆಗಿ ಪ್ರಾರಂಭಿಸಿ. നരകിക്കേണ്ടി വരൂല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ ഓതണേ പൊന്നുമോന്. സ്നേഹം കൊണ്ടാണ് ചെറുപ്പക്കാരാ, സ്നേഹം കൊണ്ടാണ് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് നിനക്ക് നെഞ്ചത്തോട് ചേർത്ത് വെക്കാ കഴിയുവോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? മോനെ, എത്ര പേരുടെ നല്ല മരണം കണ്ടവരാടാ. ചിരിക്കുന്ന മുഖത്തോട് വെള്ളിയാഴ്ച രാവിലെ എത്രയോ പേര് പോയി മോനെ, എത്രയോ പേര് പോയി മോനെ. നിനക്കും ആഗ്രഹമില്ലേടാ? നിനക്കും ആഗ്രഹമില്ലേ ചെറുപ്പക്കാരാ? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വെള്ളിയാഴ്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് പോകണ്ടേ പൊന്നുമോര്? എല്ലാരും കരയുന്ന ദിവസം ചിരിക്കണ്ടേ പൊന്നുമോര്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് വല്ലാത്ത വാശിയാ. എന്റെ ചെറുപ്പക്കാർക്ക് വല്ലാത്ത വാശിയാ. എന്തിനും പെട്ടെന്ന് ദേഷ്യം വരുന്ന ചെറുപ്പക്കാരാ. വാശി കാണിക്കേണ്ടത് എപ്പോഴെന്നറിയുവോ മോര്? വാശി കാണിക്കേണ്ടത് എപ്പോഴെന്നറിയുവോ മോര്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പൊന്നുമോനെ, ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയുവോ? എടാ, ചിരിക്കാ മോഹമുണ്ടോ? ചിരിക്കേണ്ടത് എപ്പോഴാണ്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി അവിടെ നിന്നും സെൽഫി എടുത്തിടുന്നവരാണല്ലോ. പടച്ചവനെ, ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എത്ര പേരാണ് ലൈക്ക് അടിച്ചതെന്ന് ലൈക്ക് തണ്ടെന്ന് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ കഅബയുടെ മുന്നിൽ പോയി നിന്നിട്ട് പോലെ പടച്ചറപ്പേ സെൽഫി എടുക്കുന്ന യുവത്വേ, മോനെ, ലൈക്ക് മേടിക്കേണ്ടത് എപ്പോഴെന്നറിയുമോ? ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടല്ലടാ ലൈക്ക് മേടിക്കേണ്ടത്. എപ്പോഴാ ലൈക്ക് മേടിക്കേണ്ടതെന്നറിയുമോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നീ മരിച്ചു പോയെന്ന് പറഞ്ഞു ഈ നാട്ടുകാര് മുഴുവനും നിന്റെ മയ്യത്ത് കാണാൻ വരുമ്പോ കണ്ടിട്ടിറങ്ങി പോകുന്ന 40 പേര് നിനക്ക് ലൈക്ക് അടിച്ചാ നിനക്ക് സ്വർഗവാ ചെറുപ്പക്കാരാ, നിനക്ക് സ്വർഗവാ ചെറുപ്പക്കാരാ. പടച്ചവനെ, നിങ്ങൾ മറന്നോ എന്ന് എനിക്കറിയില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പടച്ചവനെ, ജുനൈദ് എന്ന് പറയുന്ന 16 വയസ്സുള്ള ഹരിയാനയിലുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാൻ
കാണാതെ പഠിച്ചവര് പൊന്നുപോര് പഠിച്ചവരെ നമുക്കവനെ മറക്കാൻ കഴിയുമോ? അവനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല, അവനെ കുറിച്ച് ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ല. പക്ഷേ നമ്മളെല്ലാവരും ജുനൈദിനെ കണ്ട ഒരു രംഗമുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു പഠിച്ചവനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ പെരുന്നാളിന് ധരിക്കാൻ 1500 രൂപയും കൊടുത്ത് വസ്ത്രം വാങ്ങാൻ പറഞ്ഞു വിട്ട ജുനൈദ് എന്ന് പറയുന്ന 16 വയസ്സുകാരൻ എന്റെ പ്രിയമുള്ളവരെ കാപാലികന്മാരാ പൊന്നുമോനെ കൊന്നുകളഞ്ഞല്ലോ. അല്ലാഹുവേ അവസാനം വീട്ടിൽ കാത്തിരുന്ന ഉമ്മയുടെ മുന്നില് വാപ്പയുടെ മുന്നില് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് വീടിനകത്ത് കൊണ്ടുവച്ച ഒരു ചിത്രമുണ്ടല്ലോ. വാട്സപ്പിലൂടെ ഞാനും നിങ്ങളും കണ്ടപ്പോ അവന്റെ ചിരി കണ്ടായിരുന്നോ പൊന്നുപോലെ? ശരീരം മുഴുവനും കീറി മുറിച്ചിട്ട് അവസാനം മയ്യത്തിങ്ങനെ പുതച്ചു കിടത്തുന്ന സമയത്ത് ആരോ എടുത്തിട്ട ഫോട്ടോ കണ്ടപ്പോ ചിന്തിച്ചു പോയി, അല്ലാ എന്തൊരു ചിരിയാ പടച്ചവരെ, എന്തൊരു ചിരിയായിരുന്നു പടച്ചവര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മോനെ ദേഷ്യം കാണിക്കേണ്ടത് എവിടെയെന്നറിയുവോ? നിന്റെ ഉമ്മ എപ്പോഴും നിന്നോട് പറയാറുണ്ട് മരണവേദനയുടെ വേദനയും എന്താണ് നിന്നെ പ്രസവിച്ചതെന്ന്. എല്ലാ ഉമ്മമാരും പറയുന്നവര് കാര്യമാ. പക്ഷേ പ്രസവിച്ച ഉമ്മയോട് ചോദിക്കണം, ഉമ്മ എത്ര വേദന സഹിച്ചവളാണെങ്കിൽ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കണ്ട സമയത്ത് നിങ്ങൾ ചിരിച്ചില്ലേ ഉമ്മ? മോനെ വാപ്പയും ചിരിച്ചടാ, ഉമ്മയും ചിരിച്ചടാ. നീ വാ പൊട്ടികെട്ട കരയുന്ന സമയം ജന്മം തന്ന ഉമ്മ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു, വാപ്പയും നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. അതുകൊണ്ട് കവി പറയുകയാണ്, അന്തല്ലദീ വലദതു ഉമ്മുക ബാകിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഒരു ദിവസം നിന്റെ വീട്ടിൽ വല്ലാത്ത കരച്ചലാവൂര്. അന്ന് ഉമ്മ കരയുമടാ, അന്ന് വാപ്പ കരയുമടാ, അന്ന് കൂടപ്പിറപ്പ് കരയുമടാ, നിന്റെ ഭാര്യ സന്താനങ്ങൾ കരയുമടാ. ചിരിച്ചവരെല്ലാവരും നിന്റെ മയ്യത്തിന്റെ മുന്നിൽ കിടന്ന് പൊട്ടിക്കരയുമ്പോ അന്ന് വേണം മോനെ ചിരിക്കാൻ. അന്നാണടാ ചിരിക്കേണ്ടത്. നിന്നെ കളിയാക്കിയവനും പരിഹസിച്ചവനും നാണം കെടുത്തിയവനും നിന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞവനും നീ മരിച്ചെന്ന് കേട്ട് നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവനും വരുവടാ മനസ്സില്ല മനസ്സോട് നിന്നെയൊന്ന് കാണാ വരികയാണ്. വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞ് വീടിനകത്ത് നിന്നെ ഇങ്ങനെ കടത്തിയിരിക്കുകയാ. നിന്റെ ശത്രുവും വന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഇങ്ങനെ ഉയർത്തിയിട്ട് നിന്റെ പുഞ്ചിരി കണ്ടിട്ട് അവൻ പോലും അല്ലാഹുവോട് പറയണമല്ലാ എനിക്കും ഇതുപോലെ ഒരു മരണം തരണേ അല്ലാ. മോനെ നിന്റെ ശത്രു പോലും നിന്റെ മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും നിന്നെ പോലെ മരിക്കാൻ കൊതിക്കണം മോര്. കണ്ടിട്ടിറങ്ങി പോകുന്ന ആൾക്കാര് പറയണം മരിച്ചാൽ ഇവൻ മരിച്ചതുപോലെ മരിക്കണം. അവന്റെ ചിരി കണ്ടോ, അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ, അവൻ ഉറങ്ങുകയാണ്, അവൻ മരിച്ചിട്ടില്ല ഉറങ്ങുകയാണെന്ന് മയ്യത്ത് കാണാമെന്നവര് മുഴുവനും നിന്റെ മുഖത്ത് നോക്കി പറയടോ പൊന്നുപോര്. അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലവാ.